ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഗുരുവായൂർ വെച്ച് ഋഷിച്ചേട്ടൻ്റെയും ഫാമിലിയുടെയും കൂടെ ചെയ്ത വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട് യൂട്യൂബിൽ. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. ആ വീഡിയോയിലൂടെ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഈ കൊച്ചു ചാനലിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി എന്നറിയാം. സോ ഒരു പുതിയ വ്ളോഗ് ഇവിടെ ആരംഭിക്കാം. കുറച്ച് ദിവസമായി പുറത്തേക്കൊക്കെ പോയിട്ട്, അതായത് ഈ ഗുരുവായൂർ പോകാൻ വേണ്ടി ഞാൻ പോയി എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു 3 ആഴ്ചത്തോളമായിട്ട് വേറെ എവിടെയും പോയിട്ടില്ല. ഞാനും അച്ഛനും അമ്മയൊന്നും വേറെ എങ്ങോട്ടും പോയിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ എങ്ങനെയാ. സോ അങ്ങനെ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ജസ്റ്റ് ഒരു ഔട്ടിങ്, ഒരു ഡിന്നർ, അത്രയേ ഉള്ളൂ. ബൈ ദ വേ, ഇതാണ്ടോ എൻ്റെ ദീപാവലിക്ക് എൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കംഫർട്ട്. എൻ്റെ കമ്പനിക്കാർക്ക് അറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന്. അത് മറ്റൊന്നുമല്ല, ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ നല്ല സുഖകരമായി ഉറങ്ങാൻ വേണ്ടി കംഫർട്ട് അയച്ചു തന്നിരിക്കുകയാണ്. നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമുക്ക് പട്ടാമ്പിയിൽ ഒരു കഫേയിലേക്ക് പോകാം. എലോക്സ് ഡി കഫേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പട്ടാമ്പിക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കഫേയാണ് പട്ടാമ്പി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള എലോക്സ്. എലോക്സിന് പട്ടാമ്പിക്ക് പുറമെ വളാഞ്ചേരിയിലും ഗുരുവായൂരിലും ഓരോ ബ്രാഞ്ചസ് ഉണ്ട്. രാവിലെ 10 മണി തൊട്ടിട്ട് രാത്രി 1 മണി വരെയാണ് ഇവരുടെ ടൈമിങ്സ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് ഷോ പടമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ബർഗറോ മൊജീറ്റോ ഒക്കെ കഴിക്കണം തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ധൈര്യമായിട്ട് വരാം. എന്നോടൊപ്പം അച്ഛനും അമ്മയുണ്ട്. അമ്മയ്ക്ക് വ്ളോഗിൽ വരാൻ വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ മെനു മൊത്തത്തിൽ നോക്കിയപ്പോൾ മനസ്സിലായത് ഇവരുടെ ഹൈലൈറ്റ് ഡിഷസ് കൂടുതലും ബർഗേഴ്സാണ്. അതിൽ തന്നെ ഇപ്പോൾ ഏത് ബർഗർ ചൂസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് കണ്ടത് ജംബോ ബർഗർ ദ ബെസ്റ്റ് ബർഗർ ഇൻ ടൗൺ എന്ന് അവർ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ അത് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവരുടെ ഒരു ഗ്രീനിഷ് തീമും അതിനോടൊപ്പം ഉള്ള ഒരു ലൈറ്റ് മ്യൂസിക്കും മൊത്തത്തിൽ ആംബിയൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് അവർ തന്നിട്ടുള്ള ആ ഒരു കെച്ചപ്പ് അതിലേക്ക് ഒഴിക്കാൻ ഒരു താല്പര്യമില്ല. എനിക്ക് ബർഗർ ഇങ്ങനെ തന്നെ കഴിക്കണം. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബർഗറാണ്, 2 ലെയറാണ്. റോസ്റ്റഡ് ചിക്കനാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ചിക്കനായിട്ട് തോന്നുന്നു എനിക്ക്. പിന്നെ അത്യാവശ്യം നല്ലോണം വെജിറ്റബിൾ ഫില്ലിങ്സും ഉണ്ട്. അച്ഛനും അമ്മയും ഓരോ ചിക്കൻ റാപ്പാണ് പറഞ്ഞത്. റുമാലി റൊട്ടിയും ചിക്കനും ഫില്ല് ചെയ്തിട്ടുള്ള ഒരു റാപ്പ് നല്ലതാണെന്നാണ് അവർ പറഞ്ഞത്. ഇവിടുത്തെ ബെസ്റ്റ് ഡിഷ് ഇതാണെന്നാണ് എൻ്റെ ഒരു 2 ഫ്രണ്ട്സ് പറഞ്ഞത്. ചിക്കൻ ലോഡഡ് ഫ്രൈസ് വിത്ത് ചീസ്. സോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാവോ? ഞാൻ ആദ്യം കഴിച്ച ജംബോ ബർഗറിലുണ്ടായിരുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ്റെ പീസസ് തന്നെയാണ് ഈ ഒരു ലോഡഡ് ഫ്രൈസിലുള്ളത്. പിന്നെ ഫ്രൈസ് ആണെങ്കിലും അത്ര ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയില്ല. മൊത്തത്തിൽ ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ഓക്കെ ബട്ട് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഇവിടെ ഒരുപാട് ഡെസേർട്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ എനിക്കിന്നിപ്പോൾ എന്തോ ഡെസേർട്ടൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മൊയ്റ്റോ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഗ്രീൻ ആപ്പിൾ മൊയ്റ്റോ ആണ്. ഒരു ജാറിനകത്തൊക്കെ വെച്ചിട്ട് നല്ലൊരു പ്രസൻറ്റേഷൻ ആണ്. കുടിച്ചു നോക്കട്ടെ. അതിൻ്റെ അടിയിലുള്ള ഇതങ്ങോട്ട് ഒരു റിഫ്രഷിങ് അല്ലേ? ഇതൊന്ന് ഇത്തിരി കുടിച്ചിട്ട് കൊള്ളാവോ? അച്ഛൻ്റെ പൈനാപ്പിൾ ജ്യൂസും ഞാൻ കുറച്ച് കുടിച്ചു നോക്കി, നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് എൻ്റെ ആ ഗ്രീൻ ആപ്പിൾ മൊയ്റ്റോ തന്നെയാണ് കേട്ടോ. അങ്ങനെ ബില്ലും കൊടുത്ത് നമ്മൾ ഇറങ്ങി. പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല മഴയാണ് പട്ടാമ്പിയിൽ. അങ്ങനെ എലോക്സിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ്. നല്ല മഴയുണ്ടായിരുന്നു വരുന്ന വഴി. മൊത്തത്തിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ബർഗർ ഞാൻ ഇതുവരെ പട്ടാമ്പിയിൽ കഴിച്ചതിൽ ദ ബെസ്റ്റ് ബർഗർ ആണ് അവരുടെ ആ ജംബോ ബർഗർ. ആൻഡ് മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇത്രയും കഴിച്ചിട്ടും 660 റുപ്പീസാണ് ആയത്. സോ ഐ ഫെൽറ്റ് ഇറ്റ് ഈസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓൾസോ. കഫേ ആണെന്ന് പറഞ്ഞിട്ട് കഴുത്തിറക്കുന്ന പരിപാടിയൊന്നുമില്ല. അത്യാവശ്യം നല്ല ആംബിയൻസ് ആയിട്ട് നന്ന ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയറിലൂടെയൊക്കെ അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
നമുക്കൊരു പുതുപുത്തൻ വീഡിയോയുമായി ഉടനെ കാണാം.